സിവിലിയൻ കപ്പലുകൾക്കും വാണിജ്യ ഗതാഗതത്തിനുമുള്ള ഭീഷണി ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് തങ്ങൾ പുതിയ ആക്രമണങ്ങൾ നടത്തിയതെന്നാണ് അമേരിക്കയുടെ ഔദ്യോഗിക വിശദീകരണം. എന്നാൽ അമേരിക്കയ്ക്കെതിരായ കണ്ണിന് കണ്ണെന്ന പ്രതികാര ഓപ്പറേഷന്റെ 3ാം ഘട്ടം ആരംഭിച്ചതായി ഇറാന്റെ IRGC പ്രഖ്യാപിച്ചതും മേഖലയിലെ ആശങ്കകൾ ഇരട്ടിയാക്കിയിട്ടുണ്ട്. ഇറാന്റെ ദേശീയ സുരക്ഷയ്ക്കും പരമാധികാരത്തിനുമെതിരായ ഏതൊരു നടപടിക്കും കൂടുതൽ കടുത്ത മറുപടി നൽകുമെന്ന് അവർ കടുത്ത ഭാഷയിൽ മുന്നറിയിപ്പ് നൽകുന്നു. അമേരിക്കയും ഇറാനും തമ്മിലുള്ള ഏറ്റുമുട്ടൽ നിയന്ത്രണാതീതമായാൽ അതിന്റെ പ്രത്യാഘാതങ്ങൾ പശ്ചിമേഷ്യയിൽ മാത്രം ഒതുങ്ങി നിൽക്കില്ല. അത് ആഗോള സമ്പദ് വ്യവസ്ഥയും ഊർജ്ജ വിപണിയും അന്താരാഷ്ട്ര സുരക്ഷാ സാഹചര്യത്തെയും മൊത്തത്തിൽ ഉലച്ചു കളയും. റഷ്യയുടെ പുതിയ വിമാനം ഇറാനിലെത്തിയെന്ന റിപ്പോർട്ട് ഈ സങ്കീർണമായ സാഹചര്യത്തിലാണ് ലോകശ്രദ്ധ നേടുന്നത്. ഇത് വെറും ഒരു സാങ്കേതിക സന്ദർശനം മാത്രമാണോ, അതോ അതിനപ്പുറം വലിയ സൈനിക രാഷ്ട്രീയ ഏകോപനത്തിന്റെ തുടക്കമാണോ എന്നത് വരാനിരിക്കുന്ന ദിവസങ്ങളിലെ സംഭവവികാസങ്ങൾ വ്യക്തമാക്കും. എന്നാൽ ഒരു കാര്യം ഇപ്പോൾ പൂർണ്ണമായും വ്യക്തമാണ്. പശ്ചിമേഷ്യയിലെ നിലവിലെ സംഘർഷം ഒരു പുതിയ ഭൗമരാഷ്ട്രീയ അധ്യായത്തിലേക്ക് കടക്കുന്നു. അതിന്റെ പ്രതിഫലനങ്ങളും ആഘാതങ്ങളും ലോകരാഷ്ട്രീയത്തിലും സുരക്ഷാ സമവാക്യങ്ങളിലും ഉടൻ തന്നെ പ്രത്യക്ഷപ്പെടാൻ പോകുന്നു എന്നതിന്റെ കൃത്യമായ സൂചനയാണ് റഷ്യയുടെ പറക്കും കോട്ടയുടെ ലാൻഡിംഗ്.